ഹായ് ഹലോ നമസ്കാരം. ഞാൻ അന്ന് ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ ഞാൻ ചിന്തിച്ചു. മുണ്ടിനീര് കേട്ടിട്ടുണ്ടോ? താടെ വീക്കം, മുണ്ടിനീര്, മംസ് എന്നൊക്കെ പറയും. എൻ്റെ ഇപ്പോൾ കുറഞ്ഞു, എന്നാലും കുറച്ച് തടിയുണ്ട്. അതായത് എൻ്റെ വിചാരം ഇത് കുട്ടികൾക്ക് മാത്രം വരുന്നതാണ്, വലിയവർക്ക് വരും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. മോന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് ഇങ്ങനെ കുട്ടികൾക്കുള്ളതല്ലേ എന്നാണ്. എനിക്ക് വന്ന ശേഷമാണ് അറിയുന്നത് ഇത് വലിയവർക്കും വരും. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് വന്നിട്ടുണ്ട്. അത് ചില വീഡിയോസിന് ഉണ്ടല്ലേ, എനിക്കും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതുണ്ട്, വന്നിട്ട് 2 ദിവസമായി എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസമായി നോമ്പായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ടൊരു 4 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. സാധാരണ മുമ്പുള്ള നോമ്പിനൊന്നും ഒരു ക്ഷീണമില്ല. അപ്പോൾ ഇന്നെന്താ പ്രത്യേകിച്ച് ഒരു ക്ഷീണം, വെയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. വൈകുന്നേരം ഇപ്പോൾ എൻ്റെ ജോയിൻസൊക്കെ ഭയങ്കര പെയിന്. അങ്ങനെ രാത്രി പനി വന്ന് അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം നല്ല പിറ്റേ ദിവസം പനി മാറി. പക്ഷേ ജോയിൻസൊക്കെ നല്ല വേദന, എന്നാണ് നടക്കാൻ പറ്റുന്നുണ്ട്. ഈ വയസ്സായ ആളുകൾ ഇങ്ങനെ ഇപ്പം നടക്കുക അതുപോലെയായി നടക്കലൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഇരിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എന്തെങ്കിലും വെയിൽ കൊണ്ടിട്ടുള്ള തലവേദന നടിച്ചു. പിന്നെ ചെവി വേദന വന്നു, ഭയങ്കര ചെവി വേദന. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ചെവി വേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്നു. പിറ്റേ ദിവസം കൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു കഴല പോലെ വന്നു. ഞാൻ ചോദിച്ചു ഇൻഫെക്ഷനായി കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി ആൻറ്റിബയോട്ടിക്കൊക്കെ വാങ്ങി. പിറ്റേ ദിവസം ഇവിടെ അത്രയില്ല, കുറച്ചേ ഉള്ളൂ. ഇവിടെ നല്ല വണ്ണായി. അപ്പോൾ പിന്നെയും ഡോക്ടറെ പോയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു മംസാണെന്ന് പറഞ്ഞു. അങ്ങനെ ആണുങ്ങൾക്ക് പൊതുവെ, വലിയ ആണുങ്ങൾക്ക് 40 വയസ്സൊന്നും കഴിഞ്ഞാലൊന്നും വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെ പറഞ്ഞു ഇങ്ങനെ മോനുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, അത് പകർന്നായി. കാരണം ഞാൻ മോനിങ്ങനെ വായിൽ ഊത്തി കൊടുക്കും, ഞാൻ കഴിക്കുന്ന സമയത്ത് ഞാനും കഴിക്കും, അവനും കൊടുക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, തുപ്പലിലൂടെയൊക്കെ അല്ലേ, ഉമിനീരിലൊക്കെ അല്ലേ പകരുക. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ പിന്നെ തലവേദന, ചെവി വേദന, പല്ലുവേദന അത്രയില്ല, എന്നാലും ഒരു പല്ലുവേദന ഉള്ളൊരു ഫീലിങ്, ക്ഷീണം, ഭയങ്കര വേദന. പിന്നെ നോക്കണു ഇവിടെ അത്രയുണ്ട്, ഇവിടെ അത്രയില്ല അത്ര. പക്ഷേ വായ തുറക്കാനൊന്നും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. ഇവിടെ അത്രയായി, ഇങ്ങനെ ഇളകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇളകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ മരുന്ന് കഴിച്ചു, ഇപ്പോൾ കുറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസമൊക്കെ മേലുവേദനയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ചിലവർക്കൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും, ചിലവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ വന്നു പോകും. അപ്പോൾ വെയിൽ സമയമല്ലേ, കുട്ടികൾക്കൊക്കെ സാധാരണ ഇത് വരും. അപ്പോൾ അത് വലിയവർക്കും പകരവട്ടാ. എനിക്കിപ്പോഴേ അറിയണേ വലിയവർക്ക് ഈ സംഭവം വരും എന്നുള്ളതും ഇത്രയും പ്രശ്നങ്ങളാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല വെള്ളമൊക്കെ വെയിൽ സമയത്ത് കുടിക്കുക കേട്ടോ. നോമ്പൊക്കെ ആണെങ്കിൽ രാവിലെ നോമ്പ് വെക്കുന്നതിന് മുമ്പ് കുറേ വെള്ളം കുടിക്കുക. നോമ്പ് തുറന്ന ഉടനെ കുറേ വെള്ളം കുടിക്കേണ്ട, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറേ അധികം വെള്ളം കുടിക്കുക കേട്ടോ. എന്തായാലും ശ്രദ്ധിക്കുക. അതുപോലെ ചെവിവേദനയൊക്കെ വന്നാൽ ചില സമയത്ത് വരുന്ന ചെവിവേദന ആയിരിക്കില്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അത് ഇത്തരം കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് കരുതിയത്. ഹായ് ഹലോ. ഞാൻ അന്ന് ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ ഞാൻ ചിന്തിച്ചു. അന്ന് വൈകുന്നേരം മുതൽ ശബ്ദമൊന്നും തരുന്നില്ല, നാക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അന്ന് കിടന്നാണ് ഭയങ്കര ടയേർഡായി, മയങ്ങി വീണുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ 3 ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കേട്ടതേ, ചൂട്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എറണാകുളം കളക്ടർ ഫേസ്ബുക്കിൽ UV അലേർട്ട് എറണാകുളം 8 ഒരു നമ്പർ കണ്ടു. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സംഭവം ചൂട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് പറയുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ ഇന്നലെ പോയി പറഞ്ഞപ്പോൾ യൂറിനും ബ്ലഡും എല്ലാം ചെക്ക് ചെയ്തു. എനിക്ക് അടിവയറ്റിലൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിഡ്നി സ്റ്റോണിൻ്റെ നല്ല വേദന, ശരീരം മുഴുവനും ഫുള്ള് എന്താ പറയുക, ഈ വേദന ഫുള്ള് എല്ലാവരുടെയും വേദനയാണ്, നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചെക്ക് ചെയ്ത് വേണ്ടി മംസ് ഞാൻ പറഞ്ഞില്ല, വീഡിയോയിൽ പറഞ്ഞില്ല, അത് പറഞ്ഞ പോലെ മംസിൻ്റെയാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് വെയിൽ കൊണ്ടാലേ ചിലപ്പോൾ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വന്നാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടാണ് വലിയവർക്കൊക്കെ വരുന്നാലേ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതെനിക്ക് വന്നൊരു അനുഭവം പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ അന്ന് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത്. ശരി, പോസ്റ്റ് ചെയ്യാം.
ഒരിക്കൽ ഞാൻ കോവിഡ് വന്ന സമയത്ത് ഇതുപോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ പറയും. എല്ലാവർക്കും അറിയാം, എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു കരുതലോടെ ഇരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് മരുന്നൊക്കെ എത്തുന്നു. ഇഞ്ചക്ഷനൊക്കെ ഇട്ട ശേഷം കുറച്ച് കുഴപ്പമില്ല. പിന്നെ മരുന്ന് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ ORS വെള്ളം അത് നിറയെ ഞാൻ കലക്കി കുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര പോലും സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും സന്തോഷം. ഞാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.